أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹം ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 152ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പരിശുദ്ധമായ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ കലാമാകുന്ന ഖുർആനിന് വേണ്ടി ഇരിക്കുന്ന ഈ ഇരുത്തം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ സമയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു സമയത്തിൽ വലിയ ബറക്കത്ത് തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ അടുക്കാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ മഹബ്ബത്ത് വെക്കാനും വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാനുമൊക്കെ തൗഫീഖ് ലഭിക്കാനുള്ള കാരണമായി ഈ തദ്രീബ് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, റമദാനു ഷരീഫിൻ്റെ 1ാമത്തെ 10 കുറച്ചുകൂടെ ദിവസമേ ഉള്ളൂ. നമുക്കറിയാലോ, അത് നമ്മോട് യാത്ര പറയാൻ ഇനി വല്ലാതെ താമസമില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് കൂടുതൽ ചൊല്ലേണ്ട, അള്ളാഹുവിനോട് റഹ്മത്ത് ചോദിക്കേണ്ട ദിനരാത്രങ്ങൾ. അത് കഴിഞ്ഞാൽ ആ വലിയ ചാൻസ് പോയി. പിന്നെ റഹ്മത്ത് ചോദിക്കാൻ പറ്റില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. എന്നാലും ഓരോന്നിനും ഓരോ നേരമുണ്ടല്ലോ, സമയമുണ്ടല്ലോ. ആ സമയത്ത് അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു മഹത്വം അത് കഴിഞ്ഞോ അതിൻ്റെ മുമ്പോ ചെയ്താലുണ്ടാവില്ലല്ലോ. അതിന് ആ ഒരു മഹത്വം ആ സമയത്ത് തന്നെ. അതുകൊണ്ട് എല്ലാവരും ജാഗ്രത പാലിക്കണം. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ നമ്മൾ ഒരുപാട് ചൊല്ലണം. ഓക്കെ, ഇന്ന് നമ്മൾ അൽ മദ്ദുൽ ആരിദ് എന്ന് പറയുന്ന മദ്ദാണ് പഠിക്കുന്നത്. അൽ മദ്ദുൽ ആരിദ്. നമ്മൾ മദ്ദു മുത്തസിൽ പഠിച്ചു, മുൻഫസിൽ പഠിച്ചു, ലാസിമിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും കണ്ട് കേട്ട് പഠിച്ചു. അതിൻ്റെ കൂടെ അൽ ഹുറൂഫുൽ മുഖത്തഅഹ് എന്ന 29 സൂറത്തുകളുടെ തുടക്കത്തിൽ വരുന്ന അത് വിശദമായി പഠിച്ചു. ഒരു ക്ലാസ്സിൽ അത് മാത്രം. നിങ്ങൾ എത്ര തവണ കേട്ടിട്ടുണ്ടാവും ആ ക്ലാസ്? ഒരു തവണ കേട്ടവരുണ്ടാവും. റമദാൻ ആയതുകൊണ്ട്, സമയക്കുറവ് കൊണ്ട് ആ ക്ലാസ്സിൻ്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്യുക. 149 സമയം കിട്ടുമ്പോൾ വീണ്ടും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്ന് അൽ മദ്ദുൽ ആരിദ് നോക്കിയേ. സ്ക്രീനിൽ റബ്ബിൽ ആലമീൻ കാണുന്നില്ല എല്ലാവരും? അല്ലേ? ഉണ്ട്. മദ്ദുൽ ആസിമൊക്കെ പഠിച്ചു പോകുന്ന നമ്മൾക്ക് മദ്ദുൽ ആരിദ് വെരി സിമ്പിൾ ആട്ടോ. റബ്ബിൽ ആലമീന എന്നാണ് എഴുത്തിലുള്ളത്, അല്ലേ? ആണ്. അപ്പോ ഇവിടെ നമ്മൾ എങ്ങനെയാ നിർത്തിയത്?
റബ്ബിൽ ആലമീൻ. അവസാനത്തെ അക്ഷരമാകുന്ന നൂനിന് സുക്കൂൻ കൊടുത്താണ് നിർത്തിയത്. അല്ലെങ്കിലും നിർത്തൽ സുക്കൂനിലല്ലേ ഉള്ളൂ അല്ലേ? എഴുത്തില് നൂനിന് സുക്കൂൻ ആണോ? അല്ല, ഫത്ഹ് ആണ് ഉള്ളത്. അപ്പോ നിർത്തിയപ്പോൾ നൂനിന് സുക്കൂൻ കൊടുത്തു. വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടി എന്നർത്ഥം. വഖഫിന്റെ കാരണത്താൽ, വഖഫ് ചെയ്തത് കൊണ്ടാണ് അവിടെ സുക്കൂൻ കിട്ടിയത്. മറിച്ച് അവിടെ വഖഫ് ചെയ്യാതെ ശേഷമുള്ള ആയത്തുമായി ചേർത്തി ഓതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക നോക്കിയേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം, അങ്ങനെയാണ് ചേർത്തി ഓതുക, എല്ലാവർക്കും അറിയാം. അപ്പൊ ആലമീന എന്ന് പറഞ്ഞ നൂനിന്റെ സുക്കൂന് ചേർത്തി ഓതിയപ്പോൾ ഉണ്ടായില്ല. പിന്നെയോ നിർത്തിയപ്പോ മാത്രം ഉണ്ടായത്. ചേർത്തി ഓതിയപ്പോ ആ അവസാനാക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താണോ ഉള്ളത് അത് അങ്ങനെ തന്നെ വായിക്കണം. ചുരുക്കത്തിൽ ചേർത്തി ഓതുമ്പോൾ വഖഫിന്റെ കാരണത്താലുള്ള സുക്കൂൻ എന്ന് പറഞ്ഞത് ഉണ്ടാവൂല. കാരണം വഖഫില്ല, ചേർത്തി ഓതുകയാണ്. വസ്ലാണ് അവിടെ ഉള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ട്. ചേർത്തി ഓതുമ്പോൾ സുക്കൂൻ ഇല്ല, നിർത്തിയപ്പോൾ സുക്കൂൻ കിട്ടി. അപ്പൊ ഇതൊരു താൽക്കാലിക സുക്കൂനാണ് അല്ലേ? ഒരു താൽക്കാലിക സുക്കൂനാണ്. എപ്പോഴാ തൽക്കാലം? നിർത്തുമ്പോൾ. ചേർത്തി ഓതുമ്പോഴുണ്ടോ? ഇല്ല. ഇതിനാണ് ആരിദായ സുക്കൂൻ എന്ന് പറയാം. ആരിദായ സുക്കൂൻ. ആരിദ് എന്ന് പറഞ്ഞാൽ പുതിയത്, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് തൽക്കാലം അങ്ങനെയും പറയാം. തൽക്കാലം എന്നൊക്കെ പറയുകയാണെങ്കിൽ താൽക്കാലിക സുക്കൂൻ, പുതുതായ സുക്കൂൻ എന്നൊക്കെ. മദ്ദുൽ ലാസിമിൽ നമ്മൾ എന്താ പഠിച്ചത്? അവിടെ ആരിദായ സുക്കൂനല്ല, ലാസിമായ സുക്കൂന. നിർത്തുകയാണെങ്കിലും ചേർത്തി ഓതുകയാണെങ്കിലും ഒക്കെ ഉണ്ടാകും. ഫസ്റ്റിലെ ഖാഫിന്റെ സുക്കൂൻ, പിന്നെ ശദ്ദായി അത് നൂൻ വൽ ഖലം അല്ലേ? ഇങ്ങനെ ഇവിടെ അൽ ആലമീന എന്നുള്ളിടത്ത് നൂനിന്റെ ഫത്ഹ് നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ ഫത്ഹാവൂല, സുക്കൂനായിരിക്കും. ഓക്കെ. ഇപ്പോൾ ഇവിടെ വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടി എന്ന് പറഞ്ഞത് 100% മനസ്സിലായോ? കിട്ടിയോ? മനസ്സിലായോ? ഓക്കെ. ഇനി കേട്ടോ. മദ്ദക്ഷരത്തിനു ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടിയാൽ ആ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടണം. ഇവിടെ നോക്കിയേ, ആലമീൻ, മീമിന്റെ കെസറിനെ നീട്ടാനുള്ള യാ ആണ് മദ്ദക്ഷരം അല്ലേ? ഉറപ്പല്ലേ? മീമിന്റെ കെസറിനെ നീട്ടാനുള്ള യാ. ആ മദ്ദക്ഷരത്തിനു ശേഷം നൂനിന് സുക്കൂൻ കിട്ടിയില്ലേ വഖഫ് ചെയ്യുന്നത് കൊണ്ട്? ഇത് ഇത്ര പരത്തി പറയൊന്നും വേണ്ട, പക്ഷെ നമുക്ക് ഈ വിഷയം പൂർണ്ണമായി അങ്ങ് ഉൾക്കൊള്ളണം എന്നാണ്, മനസ്സിലാവണം. മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഏതു വഴിയും സ്വീകരിക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ പരത്തി പറയുന്നത്. മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടിയാൽ ഉണ്ടാകുന്ന മദ് എന്ന് പറഞ്ഞാൽ മതി. എങ്ങനെ? മദ്ദക്ഷരത്തിനു ശേഷം വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടിയാൽ ഉണ്ടാകുന്ന മദ്, അതാണ് അൽ മദ്ദുൽ ആരിദ് എന്ന് പെട്ടെന്ന് പറഞ്ഞു പോയാൽ മതി. പക്ഷെ നമുക്ക് ഈ വിഷയം മനസ്സിലാവുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതിനാണ് ഇങ്ങനെ പരത്തി പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? മദ്ദക്ഷരമാകുന്ന യാ, മീമിന്റെ കസറിനെ നീട്ടാമെന്നതാണ് ആ യാ. അതിനുശേഷം സുക്കൂൻ കിട്ടി, ആരിദായ സുക്കൂൻ കിട്ടി. അപ്പോൾ ആ മദ്ദക്ഷരത്തെ കൂടുതൽ നീട്ടണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചേർത്തി ഓതുമ്പോഴോ അവിടെ മദ്ദുൽ ആരിദ് ഉണ്ടാവൂല, മദ് അസ്ലിയേ ഉണ്ടാവുള്ളൂ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. മനസ്സിലാവുണ്ടോ? ഇതാണ് മദ്ദുൽ ആരിദ് എന്ന് പറയുന്നത്. ഈ മദ്ദുൽ ആരിദിന് 3 അവസ്ഥകളുണ്ട്: മിനിമം, മീഡിയം, മാക്സിമം.
ഖസ്ർ, തൂൽ, തവസ്സുത്ത്, ഖസ്ർ. ഖസ്ർ എന്ന് പറഞ്ഞാൽ ഒരലിഫിന്റെ അത്ര മാത്രം നീട്ടി നിർത്തുക. അപ്പൊ മീഡിയം എന്ന് പറഞ്ഞാലോ, തവസ്സുത്ത് എന്ന് പറഞ്ഞാലോ 2 അലിഫാവുക. അപ്പൊ മാക്സിമം എന്ന് പറയുന്ന തൂലാകുമ്പോഴോ 3 അലിഫ്. ഈ 3 രൂപവും പറ്റും ഇവിടെ. ഞാനൊരു ഉദാഹരണം, ഒരു മോഡൽ കാണിച്ചു തരട്ടോ. ഈ അലിഫിന്റെ ഖദറൊക്കെ തീരുമാനിക്കൽ മൊത്തം ഖിറാഅത്തിനെ നോക്കിയിട്ടാണ് എന്നത് അറിയാം, നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഒറ്റ വേർഡ് മാത്രം നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റിയതല്ല. ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഖിറാഅത്തിന്റെ സ്പീഡ് നോക്കിയിട്ട് വേണം ഇത് തീരുമാനിക്കാൻ. എന്നാലും ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഉദാഹരണം പറയുന്നു, കേൾക്കണേ എല്ലാവരും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ആരിദ് നീട്ടിയ 3 സ്റ്റേജ് കണ്ടോ? ഇതിൽ ഏറ്റവും നല്ലത് ലാസ്റ്റ് നീട്ടിയ തൂൽ ആണ്, മാക്സിമം ആണ്. നല്ലത് അങ്ങനെയാണ്. ഈ 3ഉം ചെയ്യാം. മനസ്സിലായോ? ഓക്കെ. ഇനി വേറൊരു ഉദാഹരണം കണ്ടോളൂ. അല്ലമഹുൽ ബയാൻ. ഓക്കെ, അല്ലമഹുൽ ബയാൻ. ഇവിടെയുണ്ട് മദ്ദുൽ ആരിദ്, ബയാൻ അല്ലേ? മദ്ദക്ഷരമാകുന്ന അലിഫ്. എവിടെ? യാന്റെ ഫത്ഹിനെ നീട്ടാൻ ലാസ്റ്റ് വന്ന അലിഫ്. അതിനുശേഷം നൂനിന് വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കൊടുത്തു. അല്ലമഹുൽ ബയാൻ. അവിടെയും മദ്ദുൽ ആരിദ് ഉണ്ട്. ഇങ്ങനെ അപ്പൊ ഒരു സംശയം, ആരോ ഒരാൾ സംശയം ചോദിക്കുന്നുണ്ട്. എന്താ ചോദിച്ച്? ആയത്ത് തീരുമ്പോ മാത്രമാണോ മദ്ദുൽ ആരിദ് വരികയാണോ? അല്ലല്ലല്ല. നല്ല ചോദ്യാട്ടാ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ? ഇപ്പോഴാണ് ചില ആളുകൾ ഇങ്ങനെ എന്നാലോചിച്ചത്. അപ്പൊ ആയത്തിന്റെ അവസാനത്തിൽ മാത്രമേ മദ്ദുൽ ആരിദ് വരുള്ളൂ അല്ല. പിന്നെയോ, വഖഫിന്റെ കാരണത്താൽ സുക്കൂൻ കിട്ടി നിർത്തുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മദ്ദുൽ ആരിദ് വരും. ഇപ്പൊ നോക്കിയേ, ആയത്തുൽ കുർസി. നോക്കിയേ, ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ ഒരു ആയത്തല്ലേ? അതിന്റെ ഫസ്റ്റ് നോക്കിയേ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. കണ്ടോ? അൽ ഹയ്യുൽ ഖയ്യൂം. അവിടെ അൽ ഖയ്യൂം മദ്ദുൽ ആരിദ് വന്നു. കാരണം യാന്റെ ദമ്മിനെ നീട്ടാൻ വാവുണ്ട്, ശേഷം മീമുണ്ട്. അതിന് വഖഫിന്റെ കാരണത്തല്ല സുക്കൂൻ കിട്ടിയത്. ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ അത്ര നീട്ടൂലായിരുന്നു, അസ്ലിയായ മദ്ദ് മാത്രം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതുൻ വലാ നൗം. അല്ലേ? മദ്ദുൽ ആരിദിനെ തൂൽ അഥവാ മാക്സിമം എന്ന അവസ്ഥയാണ് നല്ലത്. മദ്ദുൽ ആരിദ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മുടെ 21ാമത്തെ പാഠമുണ്ട്, 61ാമത്തെ പേജിൽ തദ്രീബിൽ. മദ്ദക്ഷരത്തിനു ശേഷം വഖഫ് കൊണ്ട് സുക്കൂൻ പുതുതാകുന്നതിനാൽ ഉണ്ടാകുന്ന മദ്ദിന് അൽ മദ്ദുൽ ആരിദ് എന്ന് പറയുന്നു. ഇതിനെ 3 അലിഫിന്റെ ഖദർ നീട്ടലാണ് നല്ലത്. ഓക്കെ. വഖഫിന്റെ കാരണമാൽ സുക്കൂൻ പുതുതാകല, മദ്ദിന്റെ ഹർഫിൻ പിറകെ മദ്ദുൽ ആരിദ. 3 അലിഫ് ഖദറ മദ് റബ്ബുൽ ആലമീൻ. മീൻ എന്ന മദ്ദാണ് ഇവിടെ ആരിദ് ആലിമീൻ. അറിയണേ, റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു കൊടുത്ത് ആലമീൻ എന്ന മദ്ദാണ് ആരിദ്, അല്ലാതെ ആലമീൻ അല്ല. അങ്ങനെയൊക്കെ പാട്ട് പാടിയാൽ ഞങ്ങൾക്ക് പാടാൻ കഴിയില്ലല്ലോ, എന്താ ചെയ്യാ? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു ട്യൂൺ ഞാൻ പറഞ്ഞുതരാം അല്ലേ? വഖഫിന്റെ കാരണമാൽ സുക്കൂൻ പുതുതാകല, മദ്ദിന്റെ ഹർഫിൻ പിറകെ മദ്ദുൽ ആരിദ.
മൂന്നലിഫ് ഖദ്റാമദ് റബ്ബുൽ ആലമീൻ. മീൻ എന്ന മദ്ദാണ് ഇവിടെ ആലിമീൻ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് മനസ്സിലായി. കുറച്ച് മദ്ദുൽ ആരിദ് ഒക്കെയുള്ള ഭാഗം ഓതിയിട്ട്, അതായത് നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ ബാക്കി കുറച്ച് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم ونصرناه من القوم الذين كذبوا بآياتنا إنهم كانوا قوم سوء فأغرقناهم أجمعين وداود وسليمان إذ يحكمان في الحرث إذ نفشت فيه غنم القوم وكنا لحكمهم شاهدين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وكنا فاعلين وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. Okay. ونوحا إذ نادى من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ونوحا إذ نادى വേണം. ونوحا إذ نادى نوحا إذ പറ്റില്ല. من قبل فاستجبنا له فنجيناه وأهله من الكرب العظيم. ഇവിടെ നോക്കിയേ, മിനൽ കർബിൽ അളീം. അവിടെ എങ്ങനെയുണ്ട്? മദ്ദുൽ ആരിദ് ഉണ്ട്. കാരണം അൽ അളീം എന്നിടത്ത് നമ്മൾ നിർത്തുമ്പോഴാ മീമിന് സുക്കൂൻ ഉണ്ടാവുന്നത്. എന്താണ് ഇവിടെ ശ്രദ്ധിക്കണില്ലേ ആരും? ഉണ്ട്. കുറച്ചാളുകൾ ഒന്ന് ഉറങ്ങി തൂങ്ങിയോ? ക്ഷീണം കൊണ്ട് പഠിച്ചോനെ ഉറങ്ങി തൂങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നല്ല ഒരു നശാത്തുള്ള, ഒരു ഉന്മേഷമുള്ള, ഉഷാറുള്ള സമയത്തേക്ക് ക്ലാസ് കുറച്ചങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഉറങ്ങി തൂങ്ങി കേൾക്കല്ലേ. കാരണം എന്താ? പകുതി കേൾക്കുള്ളൂ, പകുതി കേൾക്കില്ല ആകും, അപ്പോ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ മിനൽ കർബിൽ അളീം എന്ന് പറയുമ്പോൾ അൽ അളീം മദ്ദുൽ ആരിദാണ്. കാരണം ന്റെ കസ്റിനെ നീട്ടാനുള്ള മദ്ദക്ഷരമായി വന്ന യാ ഉണ്ട്. ആ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണം സുക്കൂൻ വരുന്നുണ്ട് മീമിനെ. അതുകൊണ്ട് അൽ അളീം കൂടുതൽ നീട്ടുന്നു. ഇനി അവിടെ ചേർത്തിയാണ് ഒരാൾ ഓതുന്നത് എങ്കിൽ അവിടെ മദ്ദുൽ ആരിദ് ഉണ്ടാവൂല, മദ് അസ്ലി മാത്രം കുറച്ചേ നീട്ടുള്ളൂ. എങ്ങനെയാ? فنجيناه وأهله من الكرب العظيم ونصرناه من القوم. മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാവും. ഇനി ആ ആയത്തിൽ ഒരു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെറിയൊരു ടാസ്ക്. എന്താണ്? ആ ആയത്തിൽ
ഇപ്പോൾ നമ്മൾ ഒരു മദ്ദുൽ ആരിദാണ് കണ്ടത്. വേറെ എവിടെയെങ്കിലും മദ്ദുൽ ആരിദിന് സാധ്യത ഉണ്ടോ ഇല്ലേ? എന്റെ ചോദ്യം മനസ്സിലായില്ല. ഇപ്പൊ ഇവിടെ മിനൽ കർബിൽ അളീം എന്ന് നിർത്തിയപ്പോൾ ഒരു മദ്ദുൽ ആരിദ് വന്നു. ഓക്കെ, ആ ആയത്തിൽ വേറെ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു മദ്ദുൽ ആരിദ് വരുവോ എന്നാ ചോദ്യം. നോക്കി, വരുവോ? ഒരു സ്ഥലത്ത് വേറെ, ഇതല്ലാത്ത വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടു. നിങ്ങൾ ആരും കണ്ടോ? അതെ, മാഷാ അല്ലാഹ്. കുറെ ആളുകൾ തീരെ ശ്രദ്ധിച്ചില്ല. നോക്കി, ഫനജ്ജൈന. ഒരാൾ അവിടെ എങ്ങാനും നിർത്തുകയാണെങ്കിൽ ചിലപ്പോൾ ശ്വാസം മുട്ടിയിട്ട് അങ്ങനെ പോന്നപ്പോൾ നിർത്തേണ്ടി വന്നാൽ നിർത്തണമല്ലോ, അല്ലാതെ ഓതി മരിക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പൊ ഫനജ്ജൈനാഹു എന്ന് പറഞ്ഞത് അവിടെ എവിടെ ഉസ്താദേ മദ്ദക്ഷരമൊന്ന് എഴുത്തുകൾ നോക്കണ്ട. എഴുത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫനജ്ജൈന എന്ന് നൂനിന്റെ ഫത്ഹനെ നീട്ടിയിട്ടല്ലേ നമ്മൾ ഓതിയത് നാ എന്ന്. അപ്പൊ നൂനിന്റെ ഫത്ഹനെ നീട്ടാനുള്ള അലിഫാകുന്ന മദ്ദക്ഷരം ഇല്ലേ അവിടെ? അത് കാണാൻ വേണ്ടിയിട്ട് ചെറിയൊരു കുഞ്ഞി അലിഫും കൊടുത്തിട്ടില്ലേ? കുഞ്ഞി അലിഫ് കൊടുത്തോ ഇല്ലേ എന്നുള്ളതല്ല. ഫനജ്ജൈന എന്ന് നമ്മൾ ഓതിയപ്പോൾ ഉച്ചാരണത്തിൽ മദ്ദക്ഷരം വരുന്നുണ്ടല്ലോ, അതിനു ശേഷമുള്ള അക്ഷരം ഹ ആണല്ലോ. അക്ഷരം ഏതാവട്ടെ അതിന് സുക്കൂൻ അല്ലല്ലോ, പിന്നെയോ ഹാഇന് ദമ്മാണല്ലോ. നിർത്തുമ്പോഴോ സുക്കൂൻ കൊടുക്കണമല്ലോ. അങ്ങനെ ഇങ്ങനെ വരുമല്ലോ, അല്ലേ? അപ്പൊ എങ്ങനെ ഓതണം? വനൂഹൻ ഇദ് നാദാ മിൻ ഖബ്ലു ഫസ്തജബ്നാ ലഹു فنجيناه وأهله من الكرب العظيم. ശറയില്ലേ? അങ്ങനെ കണ്ടെത്തണം. അതെ, ഓക്കെ. എന്നാൽ ഇനി അടുത്ത നോക്കിയേ. ആ ആയത്ത് ഓതുമ്പോഴേക്ക് കുറെ ആളുകൾ ഇനി മദ്ദുൽ ആരിദ് പുതിയത് കണ്ടെത്താൻ ശ്രമിക്കും. നോക്കൂ, وَنَصَرْنَاهُ مِنَ الْقَوْمِ الَّذِينَ كَذَّبُوا بِآيَاتِنَا إنهم كانوا قوم سوء فأغرقناهم أجمعين. അവിടെയോ ഓൾറെഡി അജ്മഈൻ എന്നുള്ളത് മദ്ദുൽ ആരിദ് ഉണ്ട്. അജ്മഈന എന്നുള്ളത് നമ്മൾ ആലമീന എന്നൊക്കെ പറഞ്ഞതുപോലെ ഇനി അത് വിശദീകരിക്കണ്ട. വേറെയോ ആയത്തിൽ വേറെ ഉണ്ടോ? എങ്ങനെ ബി ആയാത്തിന പറഞ്ഞെടുത്തോ? അവിടെ എങ്ങനെയാ മദ്ദുൽ ആരിദ് വരിക? ആരാണോ പറഞ്ഞേ? കദ്ദബൂ ബി ആയാതിന മദ്ദക്ഷരത്തിന് ശേഷം വഖഫിന്റെ കാരണത്താൽ വന്ന സുക്കൂൻ അവിടെ നിന്ന് കാണിച്ചത് നിങ്ങൾ. ആഹാ, അങ്ങനെയുണ്ടോ? അവിടെ മദ്ദക്ഷരേ ഉള്ളൂ. ചേർത്തി ഓതുമ്പോൾ മദ്ദുൽ മുൻഫസിൽ വരും, നിർത്തുമ്പോഴോ മദ്ദുൽ അസ്ലി വരും. അല്ലാതെ അവിടെ മദ്ദക്ഷരമാകുന്ന നൂനിന്റെ ഫത്ഹനെ നീട്ടാൻ വന്ന അലിഫിന് ശേഷം എവിടെയാണ് അവിടെ താൽക്കാലിക സുക്കൂനുള്ളത്? ഇല്ല. ഒരു സ്ഥലത്ത് വേണമെങ്കിൽ ഉണ്ടാക്കാം. നമ്മൾ നേരത്തെ ഫനജ്ജൈനാഹു പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു ഒരാൾ നിർത്തിയാൽ അവിടെയൊക്കെ നിർത്തുന്ന ആളുകളെ എന്ത് പറയണമെന്നുള്ളത് നമുക്ക് വേറെ പറയാം. അവിടെ നിർത്താൻ പറ്റിയ സ്ഥലമൊന്നും അല്ല. പക്ഷേ ഒരാളിങ്ങനെ ആയത്തുകൾ ഇങ്ങനെ ലിങ്ക് ചെയ്ത് ഓതി വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ ശ്വാസം മുട്ടിന്ന് സങ്കല്പിക്കുക, നിർത്തേണ്ടേ അയാൾക്ക്. അപ്പൊ അവിടെ ഒരു മദ്ദുൽ ആരിദ് വരും. അടുത്ത് നോക്കിയേ. وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ فِي الْحَرْثِ إِذْ نَفَشَتْ فِيهِ غَنَمُ الْقَوْمِ وَكُنَّا لِحُكْمِهِمْ شَاهِدِينَ. അവിടെ മദ്ദുൽ ആരിദ് ഇഷ്ടം പോലെ വേണമെങ്കിൽ ഇപ്പറഞ്ഞ രൂപത്തിലുണ്ട്, അല്ലേ? وَدَاوُودَ وَسُلَيْمَانَ إِذْ يَحْكُمَانِ. ഈ പറഞ്ഞതിനൊന്നും അർത്ഥം ഇവിടെയൊക്കെ നിർത്തണം എന്നല്ല കേട്ടോ. നിങ്ങൾ ആരും അങ്ങനെ വിചാരിക്കരുതേ. ഞാൻ മദ്ദുൽ ആരിദിനെ പരിചയപ്പെടുത്തുകയാണ്, അത് മാത്രമാണ് ഇവിടെ ലക്ഷ്യം. പിന്നെയോ ഷാഹിദീൻ അവിടെയുണ്ട്. فَفَهَّمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ
الطير وكنا فاعلين. അവിടെയും ഇപ്പൊ നമ്മളവിടെ സുലൈമാൻ എന്നിടത്ത് വഖഫ് ചെയ്യൽ ജായിസ് ആയതുകൊണ്ട് അവിടെ നിർത്തി, മദ്ദുൽ ആരിദ് കൊടുത്ത് നിർത്തി. ഫാഇലീൻ അവിടെയും وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون. അല്ലേ, ഷാക്കിറൂൻ ഉണ്ട്. وعلمناه വേണമെങ്കിൽ ولسليمان الريح عاصفة تجري بأمره إلى الأرض التي باركنا فيها وكنا بكل شيء عالمين. وكنا بكل شيء عالمين. കുറച്ചുകൂടെ ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. فاستجبنا له فكشفنا ما به من ضر وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وإسماعيل وإدريس وذا الكفل كل من الصابرين وأدخلناهم في رحمتنا إنهم من الصالحين. Okay. ومن الشياطين من يغوصون له. ومن الشياطين من يغوصون له ويعملون عملا دون ذلك وكنا لهم حافظين. لا ومن الشياطين من يغوصون لا ويعملون ഇങ്ങനെ മദ്ദുൽ ആരിദ് വേണമെങ്കിൽ വരുത്താം. وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين. لا وأيوب إذ نادى ربه أني مسني الضر. മസ്സനിയ എന്ന് പറഞ്ഞെടുത്ത് ഇനി പുള്ളി കൊടുത്തില്ല ഈ മുസ്ഹഫിൽ, എന്താ ഉസ്താദേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. അവരോട് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഉത്തരം, അല്ലേ? കേൾക്കാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം, പറയൂട്ടോ. وأنت أرحم الراحمين فاستجبنا له فكشفنا ما به من ضر. فاستجبنا له فكشفنا ما به من ضر. അങ്ങനെ പറയുമ്പോൾ നൂനിന് ശേഷം ളാദായതുകൊണ്ട് നൂനിനെയും മിൻ ضر തഫ്ഖീം ചെയ്യണം. ضر. وآتيناه أهله ومثلهم معهم رحمة من عندنا وذكرى للعابدين. وإسماعيل وإدريس وذا الكفل كل من الصابرين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പേര് എടുത്തു പറഞ്ഞ, അതായത് പേര് പരാമർശിച്ച 25 നബിമാർ, അവരിൽ കുറെ നബിമാരുടെ പേരുകൾ ഇതാ ഇവിടെ, അല്ലേ?
وأدخلناهم في رحمتنا إنهم من الصالحين. രണ്ടായത്തും കൂടെ നോക്കി. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. صدق الله العظيم. اوكي. وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه وذنون إذ ذهب مغاضبا فظن أن لن نقدر عليه. നല്ലോണം ശ്രദ്ധിക്കണം. إذ ذهب مغاضبا فنادى في الظلمات أن لا إله إلا أنت أن لا إله إلا أنت سبحانك إني كنت من الظالمين. أوكي. فاستجبنا له ونجيناه من الغم وكذلك ننجي المؤمنين. അവിടെ നുൻജി എഴുതിയതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഖുർആന്റെ എഴുത്തേ അതിന്റെ സവിശേഷതയാണത്. അവിടെ നൂൻ എഴുതിയില്ല അല്ലേ? എന്നാലും നമ്മൾ എങ്ങനെ ഓതണം? നുൻജി. അത് മനസ്സിലാവാനാണ് കുഞ്ഞു നൂൻ അവിടെ കൊടുത്തത്. ഇഖ്ഫാഉം ചെയ്യണം. സദഖല്ലാഹുൽ അസീം. അല്ലാഹു ഖബൂലാക്കട്ടെ. പഠിച്ചവനെ, പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതുന്നതൊക്കെ സാധുക്കളായ ഞങ്ങളിൽ നിന്ന് വലിയ ഹസനാത്തായി ഈ റമളാനിൽ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ തദ്രീബ് കുടുംബത്തിലെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഖൈറായ ഉദ്ദേശ്യങ്ങളുണ്ട്. ഒക്കെ നീ നിറവേറ്റി കൊടുക്കണം അല്ലാഹ്. എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ ബലാഉം മുസീബത്തും ആഫത്തുകളും ഒക്കെ നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. നീ ശിഫയാക്കി കൊടുക്കണം അല്ലാഹ്. എല്ലാ ഷർറുകളിൽ നിന്നും കാവലാക്കണേ അല്ലാഹ്. ഞങ്ങളെയും അവരെയും ഒക്കെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും മാറ്റി ഞങ്ങൾക്ക് റാഹത്തും റഹ്മത്തും സന്തോഷവും നിഅമത്തും നീ ഏറ്റി തരണം അല്ലാഹ്. അല്ലാഹ്, പരിശുദ്ധമായ റമളാൻ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا ومن لنا من الديون والذنوب والمظالم والنار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.